ഏർവാടി ഉറൂസോടനുബന്ധിച്ചിട്ട് നമ്മൾ ഫാമിലിയായിട്ട് ഒരു 3 ദിവസം മുമ്പ് വന്ന സമയത്ത് എടുത്തിട്ടുള്ള വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേ. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൂടെ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. ഓൾറെഡി പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 18-ാം തീയതിയായിരുന്നു കൊടിയേറ്റ് നടന്നിരുന്നത്. അപ്പോൾ ഏർവാടി പള്ളിയിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ റൂംസ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരിക. ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ അവരുടെ ഓരോ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടി ഏർവാടി പള്ളിയിൽ സാധാരണയായിട്ട് വരാറുണ്ട്. ട്രിവാൻഡ്രത്തെ ഭീമാപള്ളി പോലെ ഉള്ള ദർഗയാണ് ഏർവാടി പള്ളി എന്നിരിക്കെ ഏർവാടിൽ കുറച്ച് കൂടുതലായിട്ട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അതിലൊരു 80% നമ്മുടെ കേരളത്തിൽ നിന്നാണ്, വടക്കൻ കേരളത്തിൽ നിന്നാണ് കൂടുതലായിട്ടും ഭക്തജനങ്ങൾ ഇവിടെ വരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. സിയാറത്ത് ചെയ്യാനും മറ്റ് നേർച്ചയ്ക്കും മറ്റ് കാര്യത്തിനൊക്കെയാണ് ഏർവാടി പള്ളിയിൽ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റൂംസ് തന്നെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ റെൻറ്റിനെടുക്കാവുന്നതാണ്. 150 രൂപ മുതൽ അല്ലെങ്കിൽ 100 രൂപ മുതൽ വരെ ഉള്ള റൂംസുകൾ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ നമുക്കിവിടെ ലോഡ്ജുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളാണെങ്കിൽ 31-ാം തീയതിയാണ് വരുന്നതെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ റൂമൊക്കെ ആണെങ്കിൽ റെഡിയാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ 3 ഇരട്ടി റേറ്റിനൊക്കെ ആയിരിക്കും റൂംസൊക്കെ വിൽക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ 400-ൻ്റെ റൂമുണ്ടായിരുന്നു, 600-ൻ്റെ റൂമുണ്ടായിരുന്നു, 800-ൻ്റെ റൂമുണ്ടായിരുന്നു. നമ്മൾ 600-ൻ്റെ 2 റൂംസാണ് എടുത്തത്. അപ്പോൾ ഞാനെടുത്ത ആ ഒരു ലോഡ്ജാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഹാജി സുലേഖ എന്ന് പറയുന്ന ലോഡ്ജ് നമ്മുടെ ഏർവാടി പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകുന്ന സമയത്തുള്ള ഒരു വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നമുക്ക് 600 രൂപ ആണെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റിനുള്ള റൂംസ് എന്നിരിക്കും. അത്യാവശ്യം വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. പിന്നെ തമിഴ്നാടിൻ്റെ ആ ഒരു കൾച്ചർ, ആ ഒരു സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം കുറച്ച് ഓവറായിട്ട് ക്ലീനിങ് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടൽസ് അല്ലെങ്കിൽ ലോഡ്ജ് തന്നെ എടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം ക്വാളിറ്റി മാത്രമേ ഏത് ലോഡ്ജിലെ ബാത്റൂം എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് ആദ്യം 800-ൻ്റെ ഒരു റൂമിൻ്റെ അകത്തുള്ള വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ വന്ന സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. 2 റൂമാണ് അവൈലബിൾ. 2 കട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2-3 ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാപ്പയാണിത് അവിടെ ഇരിപ്പുണ്ട്. ബാത്റൂമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നീറ്റ്നെസ് മാത്രമേ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവൂ. ഇതാണ് 2ാമത്തെ റൂം. ഇത് 800 രൂപയുടെ ഒരു റൂമാണ്. 800 രൂപയുടെ റൂമാണ്. അപ്പോൾ റൂമൊക്കെ അത്യാവശ്യം നീറ്റ്നെസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ കാര്യത്തിൽ പൊതുവേ തമിഴ്നാട്ടിൽ നമ്മൾ ഏത് റൂം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റി ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വാപ്പയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വാപ്പ മുമ്പ് ഹസ്രത്ത് ട്രാവൽസ് നടത്തിയ സമയത്തൊക്കെ ആണെങ്കിൽ വാപ്പയുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിശദീകരിച്ച് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും വന്നേക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റൂംസുകളൊക്കെ നോക്കാം. ഞാൻ എടുത്ത റൂം വന്നിട്ട് 600-ൻ്റെ റൂമാണ്. ഈ S2 തൊട്ടടുത്തുള്ള S3 എന്ന് പറയുന്ന 2 റൂംസുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു S2 ആണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് ക്യാമറാമാനായിട്ടുള്ള ഇർഫാനും നസറിനും കൂടെ ഓപ്പൺ ചെയ്തു. കൂടെ റയാനും റസ്വാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റൂം ഇത് വന്നിട്ട് 600 രൂപയുടെ റൂമാണ്. AC ഉണ്ട്, പക്ഷേ ACയുടെ റിമോട്ട് അവർ തന്നിട്ടില്ല. അതുകൊണ്ട് AC നോട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ബാത്റൂമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ബാത്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും അത്യാവശ്യം നല്ല ലോഡ്ജുകളിൽ ഒരു റൂമാണ്. അതിലെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ കൂടുതലായിട്ട് പ്രതീക്ഷിച്ചത് നാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നല്ല ഒരു ടോയ്ലറ്റിൻ്റെ ആ ഒരു മിനിമം ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു മിനിമം ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്ട്രാ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നാലും നമ്മൾ ഏർവാടി വരുന്ന സമയത്ത് 1-2 ദിവസം നിൽക്കാനൊക്കെ ആണെങ്കിൽ ഇത് അത്യാവശ്യം വെർത്ത് തന്നെയാണ് കേസ്. അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഏർവാടി വന്ന സമയത്താണെങ്കിൽ ധനുഷ്കോടി ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്ത് അതോടനുബന്ധിച്ചിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പേജിൽ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലോഡ്ജിൻ്റെ മറ്റ് വിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടംപോലെ റൂംസുകളുണ്ട്. 150 രൂപയ്ക്കുണ്ട്, 200 രൂപയ്ക്കുണ്ട്, 400 ഉണ്ട്, 600 ഉണ്ട്, 800 ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ, അതായത് ഓഫ് സീസണായിട്ടുള്ള ടൈമിലാണ്
ഈ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, യാതൊരുവിധ പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഒന്നും തന്നെയില്ല. നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും എന്നിരിക്കുകയാണ് ഞാൻ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവരിക്കും. സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കുറോഹ്. ബൈ ബൈ.